ഇതെന്നാ പരിപാടിയാ? കുറേ നേരമായല്ലോ, അങ്ങോട്ടൊന്നും കാണുന്നുമില്ല. ആ ഞാനേ രാവിലെ നമ്മുടെ പ്ലാവേന്ന് ഒരു ചക്ക താഴെ വീണില്ലേ, ആ അതെടുത്ത് വലിയ കേമൊന്നും ഇല്ല, അതിനൊരു കളറൊന്നും ഇല്ല, എന്നാലും അത് അരച്ച് ഞാൻ കുമ്പിളപ്പം ഉണ്ട്. ഇത് കാണുമ്പോഴേ എല്ലാവർക്കും അറിയാലോ എന്നാന്ന് അല്ലേ. പൂച്ചയപ്പം. പൂച്ചയപ്പം. ഞങ്ങൾ കോട്ടയംകാരിന് പൂച്ചയപ്പം കുമ്പിളപ്പം എന്നൊക്കെയാ പറയുന്നേ. നിങ്ങളൊക്കെ മറ്റുള്ള ജില്ലക്കാരൊക്കെ എങ്ങനെയാ പറയുന്നതെന്ന് അറിയത്തില്ല. എല്ലാവരും പല പേരുകളിലാ പറയുന്നത്. അതിനു മുമ്പ് സ്വാഗതമൊന്നും പറഞ്ഞില്ല. വെൽക്കം ബാക്ക്. ദേ ചക്കപ്പഴം കൂഴച്ചക്കയാണേ. കൂഴയല്ല, വരിക്കയല്ലാത്ത ഒരു അതുള്ള ചക്കയാണ്. പക്ഷെ ശരിക്കും കൂഴപ്പഴം പോലെ ഇരിക്കുന്നു. കൂഴച്ചക്കപ്പഴമാണ് ഈ നമ്മുടെ കുമ്പിളപ്പത്തിന് നല്ലത്. അതിന് ഇത് അരച്ചു വെച്ചേക്കുവാണ്. പിന്നെ ഞാൻ റവ കൊണ്ടാണ് ഇപ്പോഴും ഈ പൂച്ചയപ്പം ഉണ്ടാക്കുന്നത്. അതിനെന്ന് വെച്ചാൽ മറ്റേതൊക്കെ എനിക്ക് അത്ര രുചി തോന്നുന്നു ഈ വറുത്ത റവയിലെ അതാ. അപ്പം നമുക്ക് ഇത് ചക്കപ്പഴം, ഇത് റവ ആവശ്യത്തിന് കേട്ടോ. പിന്നെ നമ്മുടെ തേങ്ങ ഇട്ടു. ഇതാ ശർക്കര. ഞാൻ ഇൻഗ്രീഡിയൻസ് ഒന്നും പറയാത്ത എന്നാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, അതുകൊണ്ടായിരിക്കും. ശർക്കര പൊടിച്ചു വെച്ചേക്കോ ഞാൻ എളുപ്പത്തിന്. ഞങ്ങൾ രണ്ടുമല്ലേ ഉള്ളൂ, അപ്പം ഇതൊന്നും അങ്ങനെ വലിയ ഉണ്ടാക്കാറില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ. അതിനാന്നറിയോ, ഇന്നൊരു VIP വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനാണ് ഇത്. പിന്നെ ഞാൻ ചുക്ക്, ജീരകം, ഏലക്ക രണ്ടും കൂടെ പൊടിച്ചു വെച്ചേക്കുക. അത് നമുക്ക് വേറെ എന്നാ ആവശ്യമുണ്ടെങ്കിലും ഇടാമല്ലോ. മറ്റേ വല്ല പായസമോ വേറെ വല്ല അവലോ വരട്ടുക അതിനൊക്കെ ഇടാൻ വേണ്ടി ഞാനിങ്ങനെ പൊടിച്ചു വെച്ചേക്കുന്നത്. അതുകൂടെ സ്വല്പം അങ്ങോട്ട് തട്ടാം. പിന്നെ ഒരു സ്വല്പം ഉപ്പ്. ഒത്തിരി വേണ്ട, എല്ലാവർക്കും പ്രഷറാണ്. ഇനി നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനിയുള്ളത് നമുക്ക് പിന്നെ കാണാം. ഇതൊന്ന് കുഴച്ച് ഇവനെ അങ്ങോട്ട് ഒരു പരുവാക്കി നമുക്ക് എടുക്കണം. ഇത് നന്നായിട്ട് കുഴച്ച് ഇനി ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ സാധനം അങ്ങോട്ട് ഇടുക. ഏതാണെന്നറിയോ? തേങ്ങാക്കൊത്ത് ഞാൻ നല്ല നെയ്യ് വറുത്ത് നല്ല ചുവപ്പ് കളറാണ്. ഒരു പ്രത്യേക ടേസ്റ്റായി ഈ കുമ്പിളപ്പത്തിൻ്റെ കൂടെ. ചുമ്മാ തേങ്ങ കൊത്തിട്ടാലും, അല്ലാതെ തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, തേങ്ങാക്കൊത്ത് നല്ല ചുമന്ന കളറായി നെയ്യിലാണ് വറുത്തത്. ഇനി നമുക്ക് ഇവനെ അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഇപ്പൊ എല്ലായിടത്തും ചക്ക പഴം ഉള്ള സമയമല്ലേ. ഞങ്ങളുടെയൊക്കെ തീരാറായി കേട്ടോ. അതിൻ്റെ അപ്പം നമുക്ക് ഇത് റവ ആയതുകൊണ്ട് ഇച്ചിരി കുതിർന്ന് ഇതാകട്ടെ, അല്ലെ കല്ല് പോലൊക്കെ ഇരിക്കും. ഇത് ഇച്ചിരി നേരം ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇതെല്ലാം കുഴച്ച് വെച്ചിട്ടൊരു 5 മിനിറ്റ് ആയി കാണുമേ. നമുക്കിനി ഇത് ഇല ഞാനിങ്ങനെ ഉണ്ടോ, എനിക്ക് ഇങ്ങനെ അറിയത്തുള്ളൂ. ചിലരിങ്ങനെ ഈ ഞെട്ടെടുത്ത് തന്നെ പൊതിയും. അതെനിക്ക് അത്ര വശമില്ല, അത് വിട്ടുപോകും എപ്പോഴും ഞാൻ വെച്ച. അതുകൊണ്ടാണ്. ഇതില്ലെങ്കിൽ വാഴയിലക്കകത്താണേലും മതി കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ പിരി ചെയ്യാം. ഗോതമ്പ് പൊടി കൊണ്ടോ അരിപ്പൊടി കൊണ്ടോ ഒക്കെ ഉണ്ടാക്കാം. എനിക്കിഷ്ടം. ഞാനിവിടെ സാധാരണ ഈ റവയാണെങ്കിൽ മയം ഉണ്ടല്ലോ നോക്കാൻ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പയിൽ ഇത് ഇഡലിപ്പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ തട്ടയിലോട്ട് ഇത് ഓരോന്നായി പെറുത്തി വെക്കാം. എന്നിട്ട് അത് അവിടെ ഇരുന്ന് വേകട്ടെ. ഇതാ
എന്നുണ്ടോ എല്ലാം വെച്ചു. ഇനി നമുക്ക് ഇവനെ അങ്ങ് അടച്ചു വെക്കാം. അവിടെ ഇരുന്നുകൊണ്ട് ഒരു 1/4 മണിക്കൂർ അവിടെ ഇരുന്ന് വേകട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് വെന്തതിന് ശേഷം കാണാം.